ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഷയാൻസ്വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷംന. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നാലോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളിലുണ്ടാകുന്ന വിശപ്പില്ലായ്മ എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്സ് എന്തൊക്കെയാണ്, ടിപ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. നമ്മൾ അമ്മമാരുടെ എപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാത്തതാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് വിശപ്പില്ലായ്മ കൊണ്ടാവാം, ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കൊണ്ടാവാം കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാത്തത്. എന്തൊക്കെ തന്നെയായാലും നമ്മൾ അമ്മമാരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കടമ്പ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് വിശപ്പില്ലായ്മയുടെ മെയിൻ റീസൺസ്, അത് എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓവർകം ചെയ്യാം, പിന്നെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ വിശപ്പില്ലായ്മ മാറ്റി കുഞ്ഞിന് കൂടുതൽ വിശപ്പാക്കിയെടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് വിശപ്പില്ലായ്മയുടെ റീസൺസ്, കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങളാണ്. ഒന്നെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് കുഞ്ഞിനുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് മുൻപായിട്ട് കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭയങ്കര സ്ലോ ആവും. അതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ വിശപ്പില്ലായ്മ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, പനിയോ അങ്ങനെ എന്ത് അസുഖമായാലും കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ അതിൽ നിന്നും റിക്കവർ ആവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആ അസുഖം വന്ന ടൈമിൽ സ്ലോ ആയിരിക്കുമല്ലോ, സോ അതിൽ നിന്ന് ഇമ്പ്രൂവ് ആയി വരുന്നതേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെയും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയും അതിൻ്റെ മുന്നോടിയായിട്ട് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഈ സമയങ്ങളിൽ നമുക്ക് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒപ്പം കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ വേഗം ദഹിക്കുന്നതിന് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ജ്യൂസ് ഐറ്റംസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഏതെന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുഞ്ഞുങ്ങളത് നല്ല രീതിയിൽ കഴിക്കുന്നതാണ്. സെക്കൻഡ് മെയിൻ റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ്. അതായത് സിങ്ക് ഡെഫിഷ്യൻസി, അയണിൻ്റെ കണ്ടൻറ്റ് കുറവ്, അതായത് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് അനീമിക്ക് കാരണമാവും, അനീമിയ ഉണ്ടാവും. കുഞ്ഞുങ്ങൾ അനീമിക് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ സിങ്കിൽ നിന്നാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയും സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയും ഡൈജസ്റ്റീവ് പ്രോസസ്സ് അഥവാ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുറയുകയും ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നത് ഭയങ്കര സ്ലോയിലായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിധത്തിലെ ഫുഡ് ഐറ്റംസ് ദഹിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റി ലെവലാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവായിരുന്നാൽ മാത്രമേ ഉള്ളൂ, അതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ദഹന പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുകയുള്ളൂ. കുഞ്ഞുങ്ങൾ ആക്റ്റീവല്ല, TV, ഫോൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ടിട്ട് ചുമ്മാ കുഞ്ഞുങ്ങൾ റെസ്റ്റ് പോലെ ഇരിക്കുകയാണ്, അതായത് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ലല്ലോ, അതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ദഹന പ്രക്രിയ ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് സെയിം ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നതാണ്. നമ്മൾ ഡെയിലി സെയിം ഫുഡ് ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ നാവിന് അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡിനോട് ഒരു താല്പര്യക്കുറവ് കാണിക്കും. അത് പിന്നെ ആദ്യം ആ സെയിം ഫുഡ് കൊടുക്കുന്ന ഏതാണോ അതിനോടായിരിക്കും താല്പര്യക്കുറവ് കാണിക്കുന്നതെങ്കിൽ പിന്നെ പോകെ അത് എല്ലാ ഫുഡ് ഐറ്റംസിനോടും താല്പര്യക്കുറവ് കാണിക്കുകയും കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റാണ്. അത് പൊതുവേ ഉള്ളതാണ്. തണുപ്പ് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ പൊതുവേ കുറവായിരിക്കും. അത് പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ കൂടുതൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് പതുക്കെ ഫുഡ് ഐറ്റംസ് എടുക്കുന്നത് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളെ തൂക്കം വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങളാണ്. ചില കുട്ടികൾക്ക് ഇമ്മ്യൂൺ പവർ കുറവായതുകൊണ്ട് തന്നെ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് കുഞ്ഞിൻ്റെ വെയിറ്റിനെ ചീത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ തൂക്കം വയ്ക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കുട്ടികളുടെ വിശപ്പില്ലായ്മ ഉണ്ടാവാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വിശപ്പില്ലായ്മ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കുഞ്ഞ് ഉറക്കം എണീറ്റ് എത്രയും വേഗം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നതാണ്. കാരണം കുഞ്ഞ് ഉറങ്ങി എണീറ്റതാണ്, കുഞ്ഞിൻ്റെ ദഹന പ്രക്രിയകളൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങൾക്ക് വിശപ്പാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോൾ അത് തിക്ക് ഫുഡ്, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കുറച്ച് ഹെവി ഫുഡ് ഐറ്റം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫുഡ് ഐറ്റം കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞത് ആ വിശപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് അത് കുഞ്ഞ് നല്ല രീതിയിൽ കഴിക്കും. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് എണീക്കുമ്പോൾ പാലോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞ് ആ പാല് കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയറ് ഹാഫ് ഫില്ലായിരിക്കും. അതിനുശേഷം നമ്മൾ ഫുഡ് ഐറ്റം കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കുഞ്ഞ് ആ ഫുഡ് എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയും കുഞ്ഞിന് ആദ്യം എണീക്കുമ്പോൾ പാലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ ഫുഡ് ഐറ്റം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് 1 ഇയർ ശേഷമുള്ള കുട്ടികൾക്കാണ്. ഇനി 6 മന്തൊക്കെ നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡാണ്. 6 മന്ത് കഴിയുമ്പോഴും കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ കുഞ്ഞെണീക്കുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ദഹിക്കാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും എടുക്കാറില്ലല്ലോ. പക്ഷേ അതല്ലാണ്ട് എന്തെങ്കിലും ഫോർമുല മിൽക്കോ അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ അങ്ങനെ എന്ത് ഹെവി ഫുഡ് ഐറ്റം കൊടുക്കുന്നു അതിന് 30 മിനിറ്റ്സ് മുമ്പായിട്ട് നമ്മൾ 1 ഗ്ലാസ് ഓഫ് വാട്ടർ കൊടുക്കുക എന്നതാണ്. കാരണം ഈ വാട്ടർ കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫുൾ ക്ലിയർ ആവും. കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത് ആ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ ബോഡീനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കുഞ്ഞ് നല്ല രീതിയിൽ ആ ഫുഡ് ഐറ്റംസ് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിത്തിൻ 30 മിനിറ്റ്സ് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും 1 ഗ്ലാസ് ഓഫ് വാട്ടർ കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. തേർഡ് ട്രിക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ വിശപ്പില്ലായ്മ ഉണ്ടാവുന്നതെങ്കിൽ, അയൺ ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടാണെങ്കിൽ ആ സിങ്ക് അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് കുഞ്ഞിൻ്റെ ബോഡിയിൽ എത്തുന്ന എന്ത് ഫുഡ് ഐറ്റംസ് ആണോ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ്. ഇത് എങ്ങനെ കുഞ്ഞിൻ്റെ ബോഡിയിൽ എത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സിങ്ക് സപ്ലിമെൻറ്റ്സ് വഴി കൊടുക്കാം, അല്ലെങ്കിൽ സിങ്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാം. സിങ്ക് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഡോക്ടർ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ടോണിക്സ് അല്ലെങ്കിൽ ആ മെഡിസിൻസ് കൊടുത്തായിരിക്കും സിങ്ക് സപ്ലിമെൻറ്റ്സ് നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനി സിങ്ക് അടങ്ങിയ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ചിക്കൻ, കാഷ്യൂനട്ട്, പംകിൻ, നമ്മുടെ മത്തങ്ങ സീഡില്ലേ അത്, പിന്നെ ഗോതമ്പ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ കുഞ്ഞിൻ്റെ ഫുഡ് പാറ്റേണിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ബോഡിയിൽ സിങ്ക് കണ്ടൻറ്റ് കൂടുതലാകാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ചില കുട്ടികളെന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് കുറവ് കൊണ്ട് വിശപ്പില്ലായ്മ ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവരുടെ കൂടുതൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആക്കാം. നമുക്ക് അവരുടെ ഒപ്പം ഓടിക്കളിക്കാം. കുട്ടികൾക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ പറ്റുന്ന എന്തൊക്കെ കളികളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസ് ഉണ്ടോ നമുക്ക് അതിലൊക്കെ കുഞ്ഞുങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുവഴി അവരുടെ ദഹന പ്രക്രിയ വേഗം നടക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേഗം വിശപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതൊക്കെ നമുക്ക് ആദ്യം കൊടുക്കുക എന്നതാണ്. കാരണം ചില ഫുഡ് ഐറ്റംസ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡിനോടുള്ള താല്പര്യമേ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഫുഡിനോട് താല്പര്യം കൂടും. അപ്പോൾ പതുക്കെ നമുക്ക് ഓരോരോ ഫുഡ് ഐറ്റംസ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചില കുട്ടികളെന്ന് പറയുന്നത് തീരെ ഫുഡ് കഴിക്കാത്ത ചില കുട്ടികളുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസും ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടാവാം. എന്ത് റീസൺ തന്നെയായാലും ചില കുട്ടികൾ ഒട്ടുമേ ഫുഡ് കഴിക്കില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. അതായത് അവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയായിരിക്കും നമ്മൾ ചിലപ്പോൾ കൊടുക്കുക അല്ലേ. അതിന് പകരമായിട്ട് നമുക്ക് സെക്കൻഡ് അവറിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊടുക്കാം. കാരണം നമ്മൾ എടുക്കുന്ന എന്ത് എമൗണ്ടാണോ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് അതിൻ്റെ ഒട്ടുമേ കഴിക്കാണ്ട് ഒരിത്തിരി മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് സെക്കൻഡ് അവറിൽ ഫീഡ് ചെയ്യാം. സെക്കൻഡ് അവറിൽ നമ്മൾ ഇത്തിരി വീതം പോർഷൻ ആണെങ്കിലും കുഞ്ഞത് എടുക്കുമ്പോൾ സെക്കൻഡ് അവറിൽ എടുക്കുമ്പോൾ അതിലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ കുഞ്ഞിൻ്റെ ബോഡിയിൽ എത്തുന്നതാണ്. അപ്പോൾ അത് കുഞ്ഞിന് ഒരു ഗുഡ് ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് അവറിൽ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് കുഞ്ഞിന് കൊടുക്കാം. സെയിം ഫുഡ് ഐറ്റമാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞിന് മടുപ്പാവും. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞാവേനെ നമുക്ക് ഫുഡ് നല്ല രീതിയിൽ കൊടുത്ത് വിശപ്പൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുഞ്ഞാവയുടെ വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെമൺ ജ്യൂസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വലിയവരിലായാലും ദഹന പ്രക്രിയയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ദഹനം കറക്റ്റ് നടക്കുന്നില്ലെങ്കിൽ
നമ്മൾ ലെമൺ ജ്യൂസ് കുടിക്കാറുണ്ട്. അത് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളിലും ട്രൈ ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ദഹനപ്രക്രിയ ശരിക്കും നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മയാണ് പ്രോബ്ലമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ലെമൺ ജ്യൂസ് കൊടുക്കാവുന്നതാണ്. അത് ശരിയായ രീതിയിൽ ദഹനപ്രക്രിയ നടക്കാനും കുഞ്ഞുങ്ങളുടെ വിശപ്പ് കൂട്ടാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് പംകിൻ സീഡ്, പീനട്ട്സ് അതുപോലുള്ളവയൊക്കെ ഫുഡ് ഐറ്റത്തിൽ ആഡ് ചെയ്യാമെന്ന് പറയുന്നതാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഫുഡ് ഐറ്റംസാണ്. പിന്നെയുള്ളത് പ്ലംസ് എന്ന് പറയുന്നത് പ്ലം ഇല്ലേ, നമ്മുടെ ഫ്രൂട്ട്, അതിന് ചെറിയൊരു പുളിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കുഞ്ഞിന് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ല പഴുത്തിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ചിലപ്പോൾ പുളി ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അത് കഴിക്കും, എല്ലാ കുട്ടികൾക്കും പുളി ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്ലമ്മേ കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കത് പഴുപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്ലം എന്ന് പറയുന്നതും കുഞ്ഞിൻ്റെ വിശപ്പ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. പിന്നെ നമുക്ക് ചില ജ്യൂസ് ഐറ്റംസ് കൊടുക്കാം. അതായത് മെയിനായിട്ട് ക്യാരറ്റ് ജ്യൂസ്, പിന്നെ നമ്മുടെ പോംഗ്രാനൈറ്റ് ജ്യൂസ്, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസസ് ആണ്. പ്രൂൺസും റേസിൻസിനും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് ഉള്ളത് കുഞ്ഞുങ്ങളുടെ വിശപ്പില്ലായ്മ മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കുഞ്ഞിൻ്റെ ഫുഡ് ഐറ്റത്തിൽ ആഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ ഫുഡ് കൂടുതൽ കഴിക്കാനും കുഞ്ഞുങ്ങളുടെ വിശപ്പില്ലായ്മ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫുഡ് ഐറ്റത്തിൽ ആഡ് ചെയ്യുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാണ് അയമോദകം, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ തുളസിയിലും നമ്മൾ എപ്പോഴും ഫുഡ് ഐറ്റത്തിൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ അയമോദകം, ഇഞ്ചി, മഞ്ഞൾ ഇത് മൂന്നും നമ്മൾ ഡെയിലി ലൈഫിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ അയമോദകമൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മൂമ്മമാരൊക്കെ പറയണ കേട്ടിട്ടില്ല, അയമോദകമൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ദഹനപ്രക്രിയ, കുഞ്ഞിൻ്റെ മാത്രമല്ല നമ്മൾ വലിയവരുടെ ആയാലും ദഹനപ്രക്രിയ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഈ അയമോദകം, ഇഞ്ചി ഇതുപോലുള്ളതൊക്കെ കുഞ്ഞിൻ്റെ ഫുഡ് ഐറ്റത്തിൽ ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ കുഞ്ഞിൻ്റെ ദഹനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ തുളസിയില എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് തുളസിയില ഇട്ട് കൊടുക്കാം. അതായത് തുളസിയില വെള്ളം തിളപ്പിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ദഹനപ്രക്രിയ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഇതും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പില്ലായ്മ മാറ്റാനും വിശപ്പ് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ്, ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ